യൂത്ത് കോൺഗ്രസിനെതിരായ പരസ്യ വിമർശനത്തിൽ ഉറച്ചു മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ സതുദ്ദേശപരമായ നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചതെന്നും പത്തനംതിട്ട ജില്ലയിലെ പഞ്ചായത്തുകളിൽ ഒരിടത്തും യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികളില്ലെന്നും പി.ജെ. കുര്യൻ വിശദീകരിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് അത് പറഞ്ഞത്. തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ CPIM ഗുണ്ടായിസം നേരിടണമെങ്കിൽ ഓരോ പഞ്ചായത്തിലും ബൂത്തിലും നമുക്കും ചെറുപ്പക്കാർ വേണം. സമരത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യൂത്ത് കോൺഗ്രസ് ജില്ലാ നേതൃത്വം പഞ്ചായത്തുകളിലേക്ക് പോകണം എന്നും പി.ജെ. കുര്യൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു പഞ്ചായത്തിൽ ഒരു ദിവസം ചിലവഴിച്ചാൽ മതി. 25 പേരെങ്കിലുമുള്ള കമ്മിറ്റികൾ രൂപീകരിക്കണം. ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് എത്തിക്കണം. UDF ജയിക്കേണ്ട പല സഹകരണ ബാങ്കുകളിലും വോട്ടിംഗ് ദിവസം CPIMന്റെ ചെറുപ്പക്കാർ ബലമായി ബൂത്തുകളിൽ പ്രവേശിക്കുമ്പോൾ അതിനെ നേരിടാൻ 10 യൂത്ത് കോൺഗ്രസുകാർ കാണുന്നില്ല. ഇങ്ങനെ പോയാൽ പോരാ. അഭിപ്രായം പാർട്ടിക്ക് വേണ്ടി പറഞ്ഞതാണ്. പറഞ്ഞതിൽ ദോഷം എവിടെയാണ്? കൂട്ടത്തിൽ SFIയെ പരാമർശിച്ചുവെന്ന് മാത്രം. ദുരുദ്ദേശപരമായി ഒന്നുമില്ല. ആരെയും വിമർശിച്ചിട്ടില്ല. പാർട്ടിയുടെ താല്പര്യം നോക്കി ഉത്തമ ബോധ്യമുള്ള കാര്യമാണ് പറഞ്ഞത്. ഇപ്പോഴും എന്റെ അഭിപ്രായം അതാണ്. അവസരം കിട്ടുന്നിടത്ത് പറയും. ഇതേ അഭിപ്രായം DCCയിൽ 2 തവണയെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. പരിഹരിക്കേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. പാർട്ടിയിലെ എല്ലാവരും യൂത്ത് കോൺഗ്രസിനെ പിന്തുണയ്ക്കണം. തന്റെ പിന്തുണ ഇതിനകം അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇറങ്ങണം. യൂത്ത് കോൺഗ്രസിന് മണ്ഡലം പ്രസിഡന്റ് ഇല്ലെങ്കിൽ ഉണ്ടാക്കേണ്ടത് യൂത്ത് കോൺഗ്രസ് ആണ്. തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നും പി.ജെ. കുര്യൻ ചോദിച്ചു. തനിക്ക് ഡൽഹിയിൽ കഴിഞ്ഞാൽ മതിയല്ലോ. ഈ വീട്ടിൽ വന്ന് താമസിക്കുന്നത് ഇവിടുത്തെ കോൺഗ്രസിനെ സഹായിക്കാനാണെന്നും പി.ജെ. കുര്യൻ കൂട്ടിച്ചേർത്തു. തന്നെ സാറ എന്ന് വിളിക്കുന്നവരുടെ സംസ്കാരമാണ്. കുര്യൻ എന്ന് വിളിച്ചാലും എടോ എന്ന് വിളിച്ചാലും പരാതിയില്ലെന്നും പി.ജെ. കുര്യൻ പറഞ്ഞു. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ. രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.